ഞാൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴുത്തിലായിരിക്കും. അപ്പോ തനുശ്രീയോ? ആ കുട്ടിയോട് നിനക്കുള്ള ബന്ധം എന്താ? അതും സ്നേഹമാണോ? സ്നേഹം ആയിരുന്നു എനിക്കൊരിക്കലും. ഇപ്പൊ തനുവിനോട് എനിക്കുള്ളതേ സഹതാപോ. ഇത് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിധിയാണോ? മമ്മി അല്ല, സത്യമായിട്ടും അല്ല. എങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുക. സിദ്ധു അനുസരിക്കണം. സമ്മതിച്ചോ? എന്ത് തീരുമാനോ? പറയാ. അതിനു മുൻപ് എനിക്ക് ആമിയുമായി ഒന്ന് സംസാരിക്കണം. തനുശ്രീയുടെ കാര്യം ആമിയോട് പറയാനാണോ ഏട്ടത്തി? അതെന്തിന്? ഞങ്ങൾ അമ്മമാര് തമ്മിൽ സംസാരിച്ചുറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സിദ്ധുവിന്റെ മമ്മിയും കുഞ്ഞമ്മയും മഞ്ജുവും സുജാതയും ഗസ്റ്റ് ഹൗസിൽ വന്നു. എന്നിട്ട് അവർ കാണാതെ നീ ഒളിച്ചില്ലേ? അതിനു മുന്നേ അവരെന്നെ കണ്ടു. പക്ഷെ നീ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. മനസ്സിലായല്ലോ. എന്നിട്ടെന്താ? ഓൺ ദി സ്പോട്ടില് സിദ്ധുവിനെ മമ്മി വിളിച്ചു വരുത്തി. എല്ലാം ക്ലിയർ ആയി. നീ എന്തുദ്ദേശിച്ച അതൊക്കെ ചെയ്യുന്നത്? ഇതായിരുന്നില്ല നമ്മൾ തമ്മിലുണ്ടായിരുന്ന ധാരണ. അന്ന് ഓഫീസിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വെയിറ്റ് ചെയ്യാൻ, എല്ലാം സാവകാശത്തിൽ സോൾവ് ചെയ്യാമെന്ന്. ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു പണി ഒപ്പിച്ചത്? ഞാൻ വിളിച്ചു വരുത്തിയതല്ല മമ്മിയെ. രഹസ്യം വെളിപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുകയും ചെയ്തു. പക്ഷെ കൈവിട്ടുപോയി. മമ്മിയെല്ലാം കണ്ടുപിടിച്ചു. എത്ര കൂളായിട്ടാ നീ ഇതൊക്കെ പറയുന്നത്. ഞാൻ പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ? കുറച്ചു കഴിഞ്ഞ് എന്തായാലും നടക്കേണ്ട ഒരു സീൻ കുറച്ചു നേരത്തെ ആയിപ്പോയി. അത്രല്ലേ ഉള്ളൂ. ഓഹോ, എത്ര നിസ്സാരമായിട്ടാ നീ സംഭവങ്ങളൊക്കെ കാണുന്നത്. എന്റെ കുടുംബത്തിൽ ഈ വിഷയം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയോ? ജീവിതത്തിനൊരു അടിസ്ഥാനം അതിവിടെ നിന്ന് കിട്ടണം. ബാലു എനിക്കത് ഉണ്ടാക്കി തരണം. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദാ ഇത് തന്നെ. കഴിക്കാൻ വിളിക്കുന്നു. അല്ല, കാഞ്ചു എന്താ എന്നോടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നേ? ആരുടെങ്കിലും വിലക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ വീട്ടില് 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആമിയുടെ ഗ്രൂപ്പും കാഞ്ചുവിന്റെ അമ്മയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പും. കാഞ്ചു ആമിയുടെ കൂടെയാണോ? എനിക്കങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. കഴിക്കാൻ വാ ബാലുവേട്ടാ. അതെന്താ ബാലുവിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ? ഞാൻ വിശന്നിരുന്നോട്ടേന്നാണോ? ചേച്ചിയും വാ. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാണെന്ന് ഇവനോട് പറഞ്ഞു. അതെന്താണെന്ന് ആമി വന്നതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചു. എന്താ മമ്മി? മറ്റൊന്നുമല്ല, പപ്പയുടെ അനുവാദത്തോടുകൂടി ഇവരുടെ കല്യാണം നടക്കില്ല. പുതിയ പുതിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് പപ്പ. നമ്മുടെ മുന്നിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ എന്തും വരട്ടെന്ന് കരുതി വിവാഹം നടത്തുക, അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കുക. വേണ്ടെന്ന് വെക്കണമെന്ന് ഞാൻ പറയില്ല. അതെന്തായാലും വേണ്ട. നാളെ എത്രയാ തീയതി സിദ്ധു? 20 അല്ലേ? നാളെ 21. നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ച ദിവസം. നാളെ നമുക്ക് സിദ്ധുവിന്റെ അപ്പുവിന്റെ വിവാഹം നടത്തിയാലോ ആമി? മമ്മി, നാളെ എന്ന് പറയുമ്പോ ഒരുക്കമൊന്നും വേണ്ട ആമി. ജോത്സ്യൻ പറഞ്ഞതുപോലെ താലികെട്ട് പപ്പയറിയാതെ നടത്തണം. അതാണ് നമ്മുടെ വിഷയം. അപ്പോഴാ നിന്റെ തിരിച്ചുവരവ്. ഇപ്പതാ ഞാനും തിരിച്ചു വന്നു. സ്വാഭാവികമായിട്ടും വിഷമം വരുമല്ലോ. മതി. ഒരു ഇഷ്യൂ ഉണ്ടാക്കി എന്നെ ഈ ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. അതായിരുന്നില്ല നിന്റെ ഉദ്ദേശം? ബാലുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ അഭിപ്രായമാണ് റിയ പറഞ്ഞത്. എങ്കിൽ പുറത്തു പോണം. അതാ ശരി. പക്ഷേ നിങ്ങളല്ല പോകേണ്ടത്, ഞാനാ പോകേണ്ടത്. എനിക്കും വിഷമമുണ്ട് കാഞ്ചു. പക്ഷെ ചില മാറ്റങ്ങൾ ആവശ്യം. ശരി.
ശരി. അപ്പോ നാളെ ഇടവറ അമ്പലത്തിൽ വെച്ച് മിന്നുകെട്ട്. അത് കഴിഞ്ഞ് നമ്മള് തിരുപുരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. ആമി, കല്യാണ പെണ്ണിന്റെ അഭിപ്രായം നമ്മൾ ചോദിച്ചില്ല. ദേ കല്യാണ ചെറുക്കൻ നിൽക്കുമല്ലേ, ഇവിടുത്തെ തീരുമാനമാണല്ലോ അവിടുത്തെ തീരുമാനം. രാവിലെ നേരത്തെ തന്നെ അപ്പൂനെയും കുട്ടി ആമി അമ്പലത്തിലെത്തണം. ഞങ്ങളും വന്നേക്കാം. ശരി മമ്മി. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഒന്ന് ചിരിക്കടാ മോനെ. വെൽ ഡൺ മൈ ഡിയർ. മനസ്സ് തുറന്ന് അഭിനന്ദിക്കുക ഈ മധുശങ്കർ. എന്റെ ഭാര്യയുണ്ടല്ലോ, മഹാകേമത്യ. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ അല്ല. റിയയുടെ മുമ്പിൽ പ്രഭ ഒന്നുമേ അല്ല. ഞാൻ എത്രയോ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൂനെ ഇവിടുന്ന് പുറത്താക്കാൻ. ഓ, പല പല തന്ത്രങ്ങളും ഞാൻ പയറ്റി നോക്കി. നോ രക്ഷ. അവൾ അതിനെയൊക്കെ അങ്ങ് അതിജീവിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഓരോ പ്ലാനുകളും മാറുന്നതിനനുസരിച്ച് അവൾ ആമിക്ക് കൂടുതൽ പ്രിയപ്പെട്ടവളായി തീർന്നു. നിന്നെ തെറ്റു പറഞ്ഞതല്ല മോളെ ഞാൻ. എന്തായാലും രണ്ടുപേർക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആ അതുപോട്ടെ, ഞാൻ പുറത്തു പോയത് എന്തിനാണെന്ന് അറിയാവോ? ആമി എവിടെ പോയതായിരുന്നു? പോയത് ഇവിടെ നിന്നല്ല, പറയാനുള്ളത് എന്താണ് അതാണ് കാര്യം. അതങ്ങനെ ഫോണിൽ പറഞ്ഞ് മക്കൾ അറിയണ്ട. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ സോണിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു കാര്യം ചെയ്യ്, ഞാനും വരുന്നുണ്ട്. എന്തിനാ ആമി? അതൊക്കെയുണ്ട്, കണ്ടിട്ട് പറയാം. ശരി. കാഞ്ചു, കാഞ്ചു. എന്താ ആമി? മോളെ, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പു ചേച്ചിയോട് ആമിയും പിണങ്ങി പോവാണോ? പറയട്ടെ, നീ പറഞ്ഞതുപോലെ ഞാൻ ഇവിടുന്ന് പിണങ്ങിറങ്ങി പോവാണെന്ന് എല്ലാരും വിചാരിക്കട്ടെ. പക്ഷേ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിനാ പോകുന്നത്. എന്താവശ്യം? അത് പിന്നെ അറിഞ്ഞാ മതി. നല്ല കാര്യമാണെന്ന് മാത്രം ഇപ്പൊ പറയാം. കേൾക്കുമ്പോ നിനക്കും സന്തോഷാവുന്ന വിഷയമാ. ദേ, ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അപ്പൊ നീ ആമിയെ വിളിച്ച് പറയണം. അത് ഞാനേ. മോളെ എനിക്ക് വിശ്വാസം. ചെടുതിയേ, നമ്മൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയി. തിരിച്ചു വരുന്നത് സിദ്ധുവിന്റെ കൂടെ. ഏട്ടൻ ചോദിച്ചാ എന്ത് പറയും? അപ്പയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറണം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറാൻ ഏറ്റവും മിടുക്ക് നിനക്കാണല്ലോ. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല. മരുന്ന് സമയത്തെടുത്ത് കഴിച്ചായിരുന്നോ? ഇല്ല, അതേപടി എടുത്തു കളഞ്ഞു. എത്ര നേരമായി പോയിട്ട്? ഇതുവരെ എവിടെയായിരുന്നു? അത് പിന്നെ ഇടയ്ക്ക് വെച്ച് സിദ്ധുവിനെ കണ്ടു. പിന്നെ അവന്റെ കൂടെ ഞങ്ങൾ ഇങ്ങ് പോന്നു. അപ്പോ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് മറുപടിയില്ല. പപ്പ, മമ്മിയും കുഞ്ഞും ജോത്സ്യനെ കാണാൻ പോയത് പപ്പ. അവര് തിരിച്ചു വരുന്ന വഴിയാ. ആമി എന്തെങ്കിലും പറഞ്ഞോന്ന്? ആമി വിളിച്ചിരുന്നു. എന്തോ വിശേഷം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വിശേഷം എന്താണെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. നാളെ ഈ സമയത്തെ ഞാൻ ആരായിരിക്കും എന്ന് പറയാവോ? ആരായിരിക്കും? നീ പറ. ക്ലൂ ഒന്നുമില്ല. സിദ്ധേട്ടാ, ഞാനിപ്പോ ഒരു കൊച്ചു വർത്താനം പറയാനുള്ള മൂഡിലല്ല. എന്നാലൊന്ന് ട്രൈ ചെയ്യ്. നീ വെറുതെ ആ കുട്ടിയെ വട്ടം ചുറ്റിക്കാതെ ആ ഫോണിങ്ങിതാ.
ഞാൻ പറയാം. വേണ്ട 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 വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. അതെ, മമ്മിക്ക് നിന്നെ ന്യൂസ് അറിയിക്കണമെന്ന്. മറ്റൊന്നുമല്ല, നാളെ എന്റെ മമ്മി ഒരു അമ്മായിമ്മയാവാൻ പോവാന്ന്. മമ്മി ഓൾറെഡി ഒരു അമ്മായിയമ്മയാണല്ലോ ഭാവനേച്ചിയുടെ. അതല്ലെന്ന്, രണ്ടാമതും മദർ ഇൻ ലോ ആവുന്നു. നാളെ മമ്മിയുടെ ഇളയ മകന്റെ എന്റെ വിവാഹമാണ്. എടോ, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അതുകൊണ്ട് മുൻകൂട്ടി അറിയിക്കാനൊന്നും പറ്റിയില്ല. സോറി. പപ്പ പപ്പ എഴുന്നേക്ക്. പപ്പ എണീറ്റേ. പപ്പ, സിദ്ധു വന്നതറിഞ്ഞില്ലേ? ഇല്ല. എന്താ? അവനിപ്പോ വന്ന് പപ്പയുടെ കാല് തൊട്ട് തൊടുത്തിട്ടാ പോയേക്കുന്നേ. അതെന്തിന്? അനുഗ്രഹം വാങ്ങിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി വേണോ അനുഗ്രഹം വാങ്ങിക്കാൻ? അതാ ഞാനും ചോദിക്കുന്നത്. എന്തോ രഹസ്യമുണ്ട് പപ്പ. പപ്പ എങ്ങോട്ടൊന്ന് ചെന്നേ. മമ്മി എല്ലാം പറഞ്ഞ പോലെ കുഞ്ഞ, ഞാൻ ഇറങ്ങുക. സിദ്ധു ഒന്ന് നിന്നേ. എങ്ങോട്ടാ നീ? നീ എവിടെയാ പോകുന്നതെന്ന്? അപ്പാ, ഞാൻ പതിവില്ലാതെ എന്റെ കാല് തൊട്ട് തൊഴുന്ന കണ്ടു. ഞാൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചോ? അത് പിന്നെ പാപ്പ, ഞാനൊരു ഓഫ് റോഡ് റൈഡിന് പോവാണല്ലോ. അപ്പോ പപ്പയുടെ അനുഗ്രഹം മേടിക്കാന്ന് വെച്ചു. ഇതിനു മുമ്പ് നീ ഓഫ് റോഡ് റൈഡിന് പോയിട്ടുണ്ടല്ലോ. അന്നേരം നീ ഇതുപോലെ അനുഗ്രഹം വാങ്ങിച്ചിട്ടില്ലല്ലോ. അല്ല പാപ്പ, ഇതിപ്പോ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമുള്ള റൈഡല്ലേ, അതുകൊണ്ടാ. മമ്മിയുടെ അനുഗ്രഹം വാങ്ങിയോ? എന്നോടും പറഞ്ഞു. മമ്മിയുടെ അനുഗ്രഹം പ്രാർത്ഥനയും എപ്പോഴും സിദ്ധുവിനുണ്ടല്ലോ. സിദ്ധുവിന് മാത്രമല്ല, ശിവയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, ഇതെല്ലാരും എവിടെ പോയി? എത്തിയോ? മമ്മി എവിടെ മോനെ? ഇല്ല, മമ്മി രാവിലെ അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞു. പപ്പ കണ്ടോ സിദ്ധുവേട്ടൻ ഇങ്ങോട്ട് പോരുന്നത്? കാണാതെ ഇറങ്ങാന്ന് വിചാരിച്ച്, പക്ഷെ പപ്പ കയ്യോടെ പിടികൂടി. അയ്യോ, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യം ചെയ്യലായി. എന്നിട്ട് ഞാൻ ഓഫ് റോഡിന് പോവാന്ന് പറഞ്ഞിട്ടേ കൂളായിട്ട് വണ്ടി എടുത്തു വന്നു. പുരുഷൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞില്ലേ? ദേ അമ്മി, ഇത് കണ്ടോ? നാളെ താലി കഴുത്തിലേക്ക് കയറേണ്ട പെണ്ണ. അതിനു മുമ്പ് അമ്മായപ്പനെ പുരുഷുവാക്കി. വീട്ടിൽ നിന്ന് കാഞ്ചുവാ, എന്താന്ന് ചോദിക്കട്ടെ. ആ മോളെ, എന്തുണ്ട്? ഇവിടെ ഇപ്പൊ ഒരാള് വിളിച്ചിരുന്നു ആമി. ആരാ? ഭാവനേച്ചി. സൊനാലിയിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാ വിളിച്ചേ. ആ, എന്താ ചോദിച്ചത് ഭാവന? സിദ്ധുവേട്ടൻ ഇവിടെ വന്നിരുന്നോ, അപ്പു ചേച്ചി വീട്ടിലുണ്ടോ, ഇതാണ് അറിയണ്ടേ. നീ എന്ത് പറഞ്ഞു? അപ്പൊ പുറത്തു പോയിരിക്കുകയാണെന്നാണോ? ഞാൻ അത്രയ്ക്ക് മണ്ടിയാണോ? ചേച്ചി പനിയായിട്ട് ഇവിടെ കിടക്കുക, സിദ്ധുവേട്ടൻ ഇവിടെ വന്നിട്ടേ ഇല്ലെന്നാ ഞാൻ റിപ്പോർട്ട് കൊടുത്തേ. ഞാൻ അകത്ത് അവന്റെ റൂമിൽ ഇരുന്നോളാം. എന്താ കാര്യം? സിദ്ധുവിനെ കാണണം. അവന്റെ പ്രസൻസിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എത്ര നാള് കാത്തിരിക്കണമെന്ന് ഞാൻ ചോദിച്ചതല്ലേ. അതിന് വ്യക്തമായ മറുപടി ഉണ്ടായോ? ഇപ്പൊ ഒരു ആൻസർ തരാവോ? സിദ്ധുവിനെ അറിയാം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. മമ്മിയും അവന്റെ കുഞ്ഞെ അറിഞ്ഞു. അപർണയ്ക്ക് എന്നെ അറിയാമെങ്കിലും ഞാൻ ആരാണെന്ന് അറിയില്ല. പപ്പയ്ക്ക് എല്ലാം അറിയാം. ഇതിപ്പോ ഒരു പസില് പോലെയാ. വിട്ടുപോയ കുറെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത യഥാർത്ഥ കഥയാകും.
ഇനി എന്റെ ആവശ്യം അതാണ്. ഒളിച്ചു കളി നടത്തി മതിയായി. പക്ഷേ നീ വീട്ടിലേക്ക് കയറി വന്നത് കടന്ന കൈയായി പോയി. എന്നായാലും ഞാൻ കയറി വരേണ്ട വീടല്ലേ ഇത്. എന്താ അതിനുത്തരം പറയാത്തത്? ഈ മൗനമാണ് എനിക്ക് സംശയം ഉണ്ടാക്കുന്നത്. വാതില് തുറന്നു കിടക്കാണല്ലോ. പപ്പ ഇതെവിടെ പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. സിദ്ധു ഓഫ് റോഡിന് പോയിരിക്കുക. അവൻ വരട്ടെ. വന്നിട്ടെന്താ ആലോചിക്കുക എന്ത് വേണമെന്ന്. പപ്പ സിദ്ധുവിനോട് നേരിട്ട് സംസാരിക്കൂ എന്റെ കാര്യം. എല്ലാം ഓരോന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ശരിക്കും ആലോചിച്ച് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. നിന്റെ വരവിന് പിന്നിൽ ഞാനാണെന്ന് ആരും അറിയാൻ പാടില്ല. ആലോചിക്കണം, ഡിസിഷനും എടുക്കണം. ഉറപ്പാണല്ലോ? അതെ. എങ്കിൽ ഞാൻ പോവാം. അല്ല, പോയിട്ട് വരാം. എനിക്കൊരൊറ്റ ആവശ്യമുള്ളൂ പപ്പ. സിദ്ധു എന്റെ ഭർത്താവാകണം. എന്നെ ഇവിടേക്ക് വരുത്തിച്ച പപ്പ അതൊന്ന് ശരിയാക്കി തന്നാ മതി. അപ്പൊ പറഞ്ഞ പോലെ See you. ഒന്ന് പോടി. നമ്മുടെ കല്യാണം വലിയ ആഘോഷമായിട്ട് നടത്തണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. ഹൽദിയും മെഹന്തിയും ഒക്കെ ആയിട്ട് 4-5 ദിവസത്തെ അടിപൊളി ചടങ്ങുകൾ. എന്തായാലും മാറിക്കിട്ടിയത് നന്നായി. അല്ലെങ്കിലേ കെട്ടാൻ വേറെ ആള് നോക്കേണ്ടി വന്നേനെ. ഓ, അത്ര അങ്ങ് സിമ്പിൾ ഒന്നും ആവല്ല സാറേ. എന്നാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കല്യാണവും ഇങ്ങനെയായി. ഇതിന് ഞാൻ പകരം വീട്ടു. അതെങ്ങനെ? എങ്ങനെയാ? നമ്മുടെ പെൺമക്കളുടെ കല്യാണം ഞാനൊരു ഉത്സവമായിട്ടങ്ങ് നടത്തും. ഓ, ആരുടെ കല്യാണം? ഒന്നുകൂടെ പറഞ്ഞേ. നമ്മുടെ പെൺമക്കളുടെ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണല്ലോ നമുക്ക് ജനിക്കാൻ പോകുന്നത്. ആ പെൺമക്കളുടെ വിവാഹം ഒരു ദിവസം ഒരു മുഹൂർത്തത്തില് ഒരു പന്തലിൽ വെച്ച് ഞാൻ അങ്ങ് നടത്തും. നാട്ടിലെ മഹോത്സവമായിരിക്കും അത്. അതെ, നമുക്ക് പെൺകുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ? ആ, ഇയാളെ ഞാനങ്ങ് കൊന്നുകളയും. അപ്പൊ എന്തായാലും മരണം ഉറപ്പായി. കുരിശേന്തിയ കർത്താവേ എന്നെ കാത്തോണേ, യോ ദൈവമേ കാത്തോണേ, യോ യോ. അപ്പോ അതെ, നമുക്കെന്നാ ആ മുറി പോയി ഒന്ന് കിടന്നാലോ? എങ്ങനെ നമുക്ക് ആ മുറി പോയി കിടന്ന് ഉറങ്ങിയാലോ? മിണ്ടിപ്പോരുത്. ആ, ഇയാൾ ഇങ്ങോട്ടും ഞാൻ ദേ അങ്ങോട്ടും. ഗുഡ് നൈറ്റ്. കുഞ്ഞ മോനെ, എന്താ പറ്റി? നീ ഒന്ന് പെട്ടെന്ന് പോ മോനെ. കല്യാണം നടക്കില്ല. കുഞ്ഞ കാര്യം എന്താന്ന് പറ. പോയടാ മക്കളെ, പോയി. ആഹാ, അടിപൊളി.
ഇതുവരെ ഫ്രഷ് ആയില്ലേ? ദേ ഞങ്ങള് റെഡി ആട്ടോ. എന്ത് പറ്റി സിദ്ധുവേട്ടാ? കുഞ്ഞ ആമി, ആമി എന്റെ പപ്പ പോയി ആമി. പപ്പ ഹലോ, ആണല്ലോ. എപ്പോ? അയ്യോ, ഇത് എന്ത് പറ്റി? ഹൃദയസ്തംഭനോ? ആ, അയ്യോ, ആ ശരി ശരി. പ്രഭേ സോനാരീന മരണം. ശരി സോണി. മോളെ, സോണി എന്ത് പറഞ്ഞു? വീട് പൂട്ടി താക്കോല് പുറത്ത് ചെടിച്ചട്ടിയിൽ വെച്ചാ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങാൻ നമുക്ക് ചെല്ലേ. ആമി, ഞാൻ മമ്മി ഒന്ന് വിളിച്ചു നോക്കി. മമ്മി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഫോൺ എടുക്കാനോ? നാളെ വീട്ടിൽ ചെന്നിട്ട് പപ്പയുടെ ദേഷ്യം തീർക്കണമെന്ന് സിദ്ധുവേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ആമി. സിദ്ധു എവിടെ? സിദ്ധുവേട്ടാ, നമുക്ക് ഇറങ്ങണ്ടേ സിദ്ധുവേട്ടാ? ആ